നമസ്കാരം. ന്യൂസ് ട്രെൻഡ്സ് ആരംഭിക്കുകയാണ്. കോൺഗ്രസിലെ പഠനപ്പിണക്കങ്ങൾ അത് ഈ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുള്ള നേതാക്കളുടെ വ്യക്തിപരമായ പരസ്പരമുള്ള പ്രശ്നങ്ങളൊന്നും പുതിയ കാര്യങ്ങളല്ല. പക്ഷേ AI ഗ്രൂപ്പുകളുടെ ഒരു അപ്രമാദിത്വ കാലത്തിന് ശേഷം പുതിയ ഒരു നേതൃത്വം അധികാരത്തിൽ വന്ന ശേഷം ഈ വിഷയങ്ങൾ ഇനി ഗ്രൂപ്പ് ഉണ്ടാകില്ല എന്ന് തുടർച്ചയായി പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നു നേതാക്കൾ. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കുറച്ചുകൂടി കോൺഗ്രസിൽ കളം മുറുക്കുന്നു നേതാക്കൾ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേതാക്കളുടെ പഠനപ്പിണക്കങ്ങളിൽ കുഴങ്ങുകയാണോ കോൺഗ്രസ്? പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും രണ്ടു ചേരിയായതിനു പിന്നാലെ UDF ഏകോപന സമിതി യോഗത്തിലേക്ക് ക്ഷണിക്കാത്തതിൽ പാർട്ടി നേതൃത്വത്തെ അതൃപ്തി അറിയിച്ച് രമേശ് ചെന്നിത്തലയും ബെന്നി ബെഹനാനും രംഗത്ത് വന്നു. കഴിഞ്ഞ 25-ന് ചേർന്ന UDF ഏകോപന സമിതി യോഗത്തിലേക്ക് ക്ഷണിച്ചില്ലെന്നാണ് പരാതി. SMS പോലും അയച്ചില്ലെന്നും രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. കൂടിയാലോചനകൾ ഇല്ലാതെ തീരുമാനമെടുക്കുന്നു എന്നാണ് വിമർശനം. ഇതടക്കം ഉള്ള വിഷയങ്ങളാണ് അടുത്ത മണിക്കൂറുകൾ ചർച്ച ചെയ്യുന്നത്. ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ, സതീശനും സുധാകരനും തമ്മിലുള്ള പടലപ്പിണക്കം അത് കഴിഞ്ഞ കുറേ നാളുകളായി ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലമുണ്ട്. ഏറ്റവും ഒടുവിൽ KSUവിൻ്റെ പോരുവരെ എത്തി കാര്യങ്ങൾ. അതനുസരിച്ചുള്ള നീക്കങ്ങൾ രണ്ട് വിഭാഗങ്ങളിലും ഉണ്ടാകുന്നുണ്ട് എന്ന് വ്യക്തമാകുന്നു. ഇപ്പോൾ ഈ രമേശ് ചെന്നിത്തലയുടെ പിണക്കം, ഒപ്പം ബെന്നി ബെഹ്നാന്റെ പിണക്കം, ഈ രണ്ടുപേരും പുതിയ നേതൃത്വം അധികാരത്തിൽ വന്നതിന് ശേഷം പരിഗണിക്കപ്പെട്ടില്ല എന്ന് അടക്കം പറയുന്നവരാണ്. അവർക്കൊപ്പം നിൽക്കുന്നവർ കാര്യമായ പരിഗണനയില്ല, തീരുമാനങ്ങൾ അവരെ അറിയിക്കുന്നില്ല പലതും. ഇവർ രണ്ടുപേരും സുധാകരനും സതീശനും പല കാര്യങ്ങളിലും വ്യക്തിപരമായ തീരുമാനം എടുക്കുന്നു എന്ന് കുറ്റപ്പെടുത്തുന്നവരാണ്. ഇപ്പോൾ അതിനപ്പുറത്തുള്ള എന്ത് പരാതിയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കുള്ളത്? രഞ്ജിത്ത്, നമുക്കറിയാം ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, അച്യുതണ്ട് ഏതാണ്ട് 17 വർഷത്തോളം സംസ്ഥാനത്ത് കോൺഗ്രസിനെ നയിച്ചിരുന്നു. അതിനുശേഷം ഉമ്മൻചാണ്ടി മരണപ്പെടുന്നു. രമേശ് ചെന്നിത്തല കൃത്യമായി മഹാരാഷ്ട്രയുടെ ചുമതലയുമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് സംസ്ഥാന നേതൃത്വത്തിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കൂടിയാലോചനകൾ നടക്കാതെയാണ് പല കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നത് എന്ന വിമർശനം ആദ്യഘട്ടം മുതൽ തന്നെ പ്രതിപക്ഷ നേതാവായി VD സതീശൻ ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ മുതൽ തന്നെ രമേശ് ചെന്നിത്തല പരസ്യമായും രഹസ്യമായും ഒക്കെ വ്യക്തമാക്കുന്നതാണ്. അതിനിടയിലാണ് കഴിഞ്ഞ 25-ാം തീയതി കഴിഞ്ഞ ആഴ്ച UDFിൻ്റെ ഏകോപന സമിതി യോഗം ചേർന്നിരുന്നു. മദ്യനയത്തിൽ അടക്കം ബാർക്കോഴ് വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ തുടങ്ങിയ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയായ കണ്ടോൺമെൻറ് ഹൗസിൽ അന്ന് യോഗം ചേർന്നത്. പക്ഷേ ആ യോഗത്തിലേക്ക് കോൺഗ്രസിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന UDF മുതിർന്ന നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തല, അതോടൊപ്പം ബെന്നി ബെഹനാൻ MP തുടങ്ങിയവരെ ക്ഷണിച്ചില്ല എന്ന ആക്ഷേപമാണ് പുറത്തു വരുന്നത്. രമേശ് ചെന്നിത്തല അതുമായി ബന്ധപ്പെട്ട് അതൃപ്തി പരസ്യമാക്കിയിരിക്കുന്നു. അതായത് കൂടിയാലോചനകളില്ലാതെയാണ് നേതൃത്വം തീരുമാനമെടുക്കുന്നത്. SMS-ലൂടെ പോലും അത്തരമൊരു തീരുമാനം അറിയിക്കാൻ UDF ഭാരവാഹികൾ തയ്യാറായില്ല എന്ന വിമർശനമാണ് രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നത്. സ്വാഭാവികമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന് തൊട്ടു മുമ്പ് കോൺഗ്രസിലെ നേതൃത്വത്തിനിടയിൽ നിൽക്കുന്ന പഠനപ്പിണക്കങ്ങൾ മറനീക്കി പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. സ്വാഭാവികമായി ഏതെങ്കിലും തരത്തിൽ ഒരു തിരിച്ചടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായാൽ സ്വാഭാവികമായി ആ പഴിചാരലുകൾ നേതൃത്വം പരസ്പരം ഉന്നയിക്കുന്ന തരത്തിലേക്ക് തന്നെ മാറുന്ന സാഹചര്യത്തിലാണ് സ്ഥിതിവിശേഷങ്ങൾ. അതല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നേട്ടമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് സ്വാഭാവികമായ ഭരണവിരുദ്ധ വികാരമാണ് അത്തരമൊരു നേട്ടം UDFിനെ സമ്മാനിച്ചത് എന്ന പൊതുവിലയിരുത്തലിലേക്ക് നേതാക്കൾ കടക്കുമെന്ന് വേണം ഇപ്പോൾ ഉണ്ടാകുന്ന. പാർട്ടിയിൽ തന്നെ ഡാൻ അർഹമായ പരിഗണന ഉണ്ടാകുന്നില്ല. ഈ കുറേ വർഷങ്ങൾക്ക് മുൻപുള്ള AICC-യിലെ സ്ഥാനം മാത്രം രമേശ് ചെന്നിത്തലയ്ക്ക് നൽകിയതിൽ അദ്ദേഹം പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ചില്ല എങ്കിൽ പോലും പറയാതെ പലരോടും ആ വിഷയം പറഞ്ഞിരുന്നു. തൽക്കാലം താൻ ഇത്തരം കാര്യങ്ങളൊന്നുമില്ല. അവിടെ ദേശീയ തലത്തിൽ പോലും അത്തരം പരിഗണനകൾ രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നില്ല എന്ന പരാതിയുണ്ട്. അതിനിടയിലാണ് ഇവിടെ രമേശ് ചെന്നിത്തലയെ പോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിച്ച ഒരു നേതാവുമായി ബന്ധപ്പെട്ട് ഇത്തരം സമീപനം സ്വീകരിക്കുന്നത് എന്നത് പ്രസക്തമാണ്. മുതിർന്ന നേതാക്കൾക്കെതിരെ ഈ പുതിയ നേതൃത്വം അവഗണന കാട്ടുന്നു എന്നതിന് മറ്റൊരു ഉദാഹരണമായി ഒരുപക്ഷെ അവർക്ക് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തേക്കാം. ഇത്തരം അസംതൃപ്തികൾ ഏത് തരത്തിലാണ് ഈ നേതാക്കൾ കൈകാര്യം ചെയ്യുന്നത്? മറ്റുള്ള പരാതികളിലേക്ക്, ദേശീയ നേതൃത്വത്തിലേക്കുള്ള പരാതികൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്താനുള്ള സാഹചര്യമുണ്ടോ? രഞ്ജിത്ത്, സ്വാഭാവികമായി ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് സർക്കാരിനെതിരെ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട എല്ലാ സ്പ്രിംഗ്ലർ ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാനപ്പെട്ട വിവാദങ്ങളും അഴിമതി ആരോപണങ്ങളും ഉന്നയിച്ചതും അത് സംബന്ധിച്ച കൃത്യമായ ഫോളോ അപ്പ് നടത്തി അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ശേഖരിച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കോൺഗ്രസിനെ നയിച്ചത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൽ കോവിഡ് പ്രതിസന്ധി പാർട്ടിക്കുള്ളിലും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുമൊക്കെ സൃഷ്ടിച്ച പ്രതിസന്ധി തന്നെയാണ് കോൺഗ്രസിന് വലിയൊരു തിരിച്ചടി അന്നുണ്ടാക്കിയതെന്നായിരുന്നു പൊതുവിലയിരുത്തൽ. പക്ഷേ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്ത് സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി
ഒരു കക്ഷി വീണ്ടും അധികാരത്തിലേക്ക് 5 വർഷം കഴിഞ്ഞ് വീണ്ടും അധികാരത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടെയാണ് പുതുമുഖങ്ങൾ പാർട്ടിയെ നയിക്കട്ടെ എന്നൊരു വിലയിരുത്തൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അങ്ങനെയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം മാറിക്കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായതും. സ്വാഭാവികമായി മുൻ മുഖ്യമന്ത്രിയായിരുന്ന അന്തരിച്ച ഉമ്മൻചാണ്ടി അടക്കം രമേശ് ചെന്നിത്തല തന്നെ തുടരണമെന്ന നിലപാടിലായിരുന്നു അന്ന്. പക്ഷേ യുവ നേതാക്കൾ അടക്കമുള്ളവർ നേതൃമാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണ് അന്ന് ഉരുത്തിരിഞ്ഞത്. എന്തായാലും പിന്നീട് സംസ്ഥാന രാഷ്ട്രീയത്തിലുണ്ടായ കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. കെ സുധാകരൻ KPCC അധ്യക്ഷ പദത്തിലേക്ക് വരുന്നു. പ്രതിപക്ഷ നേതാവായി VD സതീശൻ കടന്നു വരുന്നു. അവർ ഐക്യത്തോടെയാണ് ഒരു പകുതി വരെയെങ്കിലും പൊക്കൊണ്ടിരുന്നത്. പക്ഷേ പിന്നീട് KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിൽ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന സമയം മുതലാണ് ഈ അഭിപ്രായ വ്യത്യാസം പരസ്യമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ചാണ്ടി ഉമ്മൻ വലിയ ഭൂരിപക്ഷത്തിൽ അവിടുന്ന് വിജയിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിലുണ്ടായ അസ്വാരസ്യങ്ങളാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധിയിലേക്ക് വരെ, അതായത് KSUവിലെ കൂട്ടത്തല്ലുമായി ബന്ധപ്പെട്ട് ഈ KSU നേതാക്കളെ സംരക്ഷിച്ചുകൊണ്ട് ഇരുചേരികളിലായി പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷന് രംഗത്തെത്തുന്ന സാഹചര്യത്തിലേക്ക് വരെ എത്തിച്ചത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പാർട്ടിക്കകത്തുണ്ടായ പ്രതിസന്ധിയാണ്. അതിനിടയിലാണ് മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവരെ കഴിഞ്ഞ ദിവസം നടന്ന UDF ഏകോപന സമിതി യോഗത്തിലേക്ക് ക്ഷണിച്ചില്ല എന്ന പരാതി ഉയരുന്നത്. സ്വാഭാവികമായി അവർ പാർട്ടി നേതൃത്വത്തെ ഇക്കാര്യം അറിയിക്കും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. 23-ാം തീയതി രമേശ് ചെന്നിത്തല സൗദിയിലേക്ക് പോയിരുന്നു. പക്ഷേ ഒരു ദിവസത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇവിടുന്ന് പോയത്. ഏതെങ്കിലും വിധേന അറിയിച്ചിരുന്നുവെങ്കിൽ 25-ാം തീയതി ഉറപ്പായും UDF ഏകോപന സമിതി യോഗത്തിൽ പങ്കെടുക്കുമായിരുന്നു എന്ന നിലപാടാണ് രമേശ് ചെന്നിത്തലയ്ക്കുള്ളത്. അതോടൊപ്പം ബാർക്കോഴ വിവാദം ആദ്യമായി ഉന്നയിക്കപ്പെട്ട സാഹചര്യത്തിൽ അന്ന് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എടുത്ത നടപടികൾ അന്ന് വലിയ തരത്തിൽ ചർച്ച ചെയ്തു. നമുക്കറിയാം, പഴയ ഐ ഗ്രൂപ്പിന്റെ നേതൃസ്ഥാനത്തായിരുന്നു രമേശ് ചെന്നിത്തല. ഉമ്മൻചാണ്ടിക്ക് ശേഷം, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുള്ള സമയത്തും ബെന്നി ബെഹനാൻ ഗ്രൂപ്പിന്റെ അമരക്കാരനായിരുന്നു. അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പുകളുടെയും പ്രമുഖരായ മുതിർന്ന നേതാക്കളെ അടക്കം ഈ ഏകോപന സമിതി യോഗത്തിലേക്ക് ക്ഷണിക്കുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്ന മുതിർന്ന നേതാക്കളെ ക്ഷണിക്കുന്നില്ല, SMS പോലും അയക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ നേതാക്കളുടെ അവഗണന വല്ലാത്ത തരത്തിൽ തുടരുന്നു. അത് വല്ലാത്ത അസംതൃപ്തിയിലേക്ക് നയിക്കുന്നു. അത് ഏത് തരത്തിലാണ് ഈ പാർട്ടി കൈകാര്യം ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? ഇതിന്റെ വിശദീകരണം ഇവർ ഈ പറഞ്ഞ സതീഷിന്റെ സുധാകരന്റെ ഭാഗത്ത് നിന്ന് ലഭ്യമാകുന്നുണ്ടോ? സ്വാഭാവികമായി രമേശ് ചെന്നിത്തല വിദേശത്തായിരുന്നതിനാലാണ് അദ്ദേഹത്തെ ക്ഷണിക്കാതിരുന്നതെന്ന ഒരു വിശദീകരണമായിരിക്കാം ഔദ്യോഗികമായി ഇനി വരാൻ പോകുന്നത്. പക്ഷേ അത്തരത്തിൽ ഔദ്യോഗികമായ വിശദീകരണമൊന്നും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ രമേശ് ചെന്നിത്തല ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ അതൃപ്തി പരസ്യമാക്കിയിരിക്കുന്നു. മുൻപും സമാനമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആക്ഷേപം. അദ്ദേഹത്തെ കൃത്യമായി പാർട്ടിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രതിഷേധ പരിപാടികൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹവുമായി കൂടിയാലോചിക്കുന്നില്ല എന്നൊരു അമർഷം നേരത്തെ തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹം അത് ഹൈക്കമാൻഡ് നേതൃത്വത്തെ കൃത്യമായി തന്നെ അറിയിക്കുകയും ചെയ്തതാണ്. പിന്നീടാണ് അമർഷത്തിലായിരുന്ന രമേശ് ചെന്നിത്തലയെ മഹാരാഷ്ട്രയുടെ അടക്കം ചുമതല നൽകിക്കൊണ്ട് ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. സ്വാഭാവികമായി അദ്ദേഹം അത്തരം തിരക്കുകളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയും ചെയ്തിരുന്നു. പക്ഷേ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന കടുത്ത പ്രതിസന്ധിയാണ് രമേശ് ചെന്നിത്തല വീണ്ടും നേതൃത്വത്തിലേക്ക് കടന്നു വരണം എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഒരു വിഭാഗം നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉയരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നതും. രഞ്ജിത്ത്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കിടയിൽ അസംതൃപ്തി പുകയുകയാണ്. ഇതിനിടയിലാണ് KSU ഇന്നലെ സതീശൻ പറഞ്ഞത് പിള്ളേർ തമ്മിലുള്ള പ്രശ്നമാണ്, അത് ഞങ്ങൾ പരിഹരിക്കും, അത് മാധ്യമപ്രവർത്തകരടക്കം ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ തർക്കം. പക്ഷെ അതിന്റെ പരിധി പോലും ലംഘിച്ചുകൊണ്ട് പരിധിക്കപ്പുറത്തേക്ക് വളരുന്ന പശ്ചാത്തലം ഒരുങ്ങുകയാണ്. തെക്കൻ